ഹായ് everyone, assalamu alaikum, welcome back again. ഇന്ന് നമുക്ക് അമൃതം പൊടി വെച്ചിട്ട് ഒരു അവലോസ് വട്ട് തയ്യാറാക്കി എടുക്കാം. ആദ്യം നമ്മൾ അവലോസ് പൊടി റെഡിയാക്കി എടുത്തതിനു ശേഷം tharivattu പോലെ വട്ട് തയ്യാറാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് ഒരുപാട് നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അവലോസ് വട്ട് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ചൂടായിട്ടുള്ള പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി തേങ്ങ ചിരവിയതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടിട്ട് ഈ ഒരു തേങ്ങയെല്ലാം ഈ ഒരു പാത്രത്തിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് ആക്കി ഇടുന്നുണ്ട്. കാരണം നമ്മളിതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ പാനിൻ്റെ ചൂട് കൊണ്ട് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഞാനിവിടെ 2 കപ്പ് അമൃതം പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓൾറെഡി അമൃതം പൊടി മധുരമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു 1/4 കപ്പിലും ഒരു കുറച്ച് കൂടുതലായിട്ടുള്ള അത്രയും അളവിലാണ് പഞ്ചസാര എടുക്കുന്നത്. കറുത്ത എള്ള് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഒരു 3/4 ടേബിൾ സ്പൂൺ വെളുത്ത എള്ളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടേബിൾ സ്പൂൺ കരിഞ്ജീരകം കൂടെ ചേർക്കാം. ഇനി നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 10 ചെറിയുള്ളി വളരെ തിന്നായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് നമ്മുടെ അവലോസ് പൊടി നന്നായിട്ട് റെഡിയായി കിട്ടും. അപ്പോൾ അത് നല്ല ഭംഗിയുള്ള കളറിലായിട്ട് നല്ലതായിട്ട് റോസ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ആ ഒരു അവലോസ് പൊടി. ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുള്ള ചെറിയ ഉള്ളി അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം നല്ലതായിട്ട് തന്നെ ചൂടായി നല്ല റോസ്റ്റായി കിട്ടണം. എങ്കിലും നമുക്കിത് കുറേ നാൾ സൂക്ഷിച്ചു വെക്കാൻ പറ്റുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു പഞ്ചസാര മെൽറ്റാവുന്നത് വരെയാണ് ചൂടാക്കിയിട്ടുള്ളത്. അപ്പോഴേക്കൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈ ഒരു അവലോസ് പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റാണ് കേട്ടോ. ഈ ഒരു അളവിലുള്ള സിറപ്പ് ഈ ഒരു അവലോസ് പൊടിയിലേക്ക് കറക്റ്റ് അളവാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് അല്പാൽപ്പം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് മിക്സ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ചൂടാവുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടിൽ തന്നെ തവി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മുഴുവൻ സിറപ്പ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ അവലോസ് വട്ടായിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം മധുരപ്പം ഉണ്ട്. ഇനി നിങ്ങൾക്ക് അവലോസ് പൊടിയായിട്ട് തന്നെ ഭരണിയിൽ സൂക്ഷിച്ച് വെച്ച് അങ്ങനെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള സിറപ്പ് ചേർത്ത് കൊടുക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ അതാ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സേവനാഴിയാണ്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇതുപോലുള്ളൊരു സേവനാഴിയാണ്. നിങ്ങൾ സാധാരണ സ്റ്റീലിൻ്റെയും അലുമിനിയത്തിൻ്റെയൊക്കെ നമ്മൾ പ്രസ് ചെയ്യുന്ന തരത്തിലുള്ള സേവനാഴിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും ഈസി. അടിഭാഗം അഴിച്ചാൽ കിട്ടുന്ന ടൈപ്പുള്ള സേവനാഴി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെയുള്ളത് കാരണം ഞാനിതിലേക്ക് ഒരു അച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് അളവിലുള്ള മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/4 കപ്പ് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അവലോസ് മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം അടുത്ത ഇതിലേക്കുള്ള അച്ച് ഇട്ട് കൊടുക്കുക. അതായത് ഈ ഒരു സേവനാഴിൻ്റെ കൂടെ നമുക്ക് ഒരുപാട് അച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അടുത്തൊരു അച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു 1/4 കപ്പ് അവലോസ് പൊടി ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ 1/4 കപ്പ് അളവിൽ അവലോസ് പൊടി ഇട്ട് കൊടുത്ത് ഓരോ അച്ചും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു 1/4 കപ്പ് അളവിൽ അളന്നെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വട്ടം നമുക്ക് ഒരേ അളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ അച്ചും വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കാം. ശരിക്കും നിങ്ങൾക്ക് ഒരച്ച് ഇട്ടിട്ട് ഒരു 1/4 കപ്പ് അളവിലുള്ള അവലോസ് പൊടി ഇട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് തിരിച്ച് കുത്തി എടുത്തു കഴിഞ്ഞാൽ ഒരു വട്ടമായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു ഇച്ചിരി മടിയുള്ളത് കാരണം ഞാൻ ഇങ്ങനെ ഒന്നിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ ഒറ്റ തവണ ചെയ്യുമ്പോഴത്തേനും നമുക്ക് പുട്ട് കുത്തുന്നത് പോലെ എല്ലാ വട്ടവും ഒരുമിച്ച് അങ്ങോട്ട് കിട്ടും. അപ്പോൾ അതാ ഞാൻ എല്ലാം നന്നായിട്ട് ഒരു കുഴയിൽ വെച്ച് പ്രസ് ചെയ്തെടുത്തതിന് ശേഷം ഇത് നമ്മൾ പുട്ടുകുറ്റിയിൽ നിന്ന് തള്ളിയെടുക്കുന്നത് പോലെ തള്ളിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഒറ്റയടിക്ക് നമുക്ക് ഒരുപാട് വട്ടുകൾ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഓരോന്ന് വെച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ചെയ്യാം കേട്ടോ. നമ്മളെപ്പോഴും ഈസി വേ ആണല്ലോ നോക്കുക. അപ്പോൾ അത് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതാ അടുത്ത അവലോസ് പൊടി വെച്ചിട്ട് ഞാൻ അടുത്ത സെക്ഷനും കൂടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇടയിലായിട്ട് നമ്മളിങ്ങനെ ഓരോ അച്ചും വെച്ച് കൊടുത്തിട്ടാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നല്ല അടിപൊളി അവലോസ് വട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടും ഈർപ്പമില്ലാത്ത നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ കേടുകൂടാതിരിക്കും.
ശരിക്കും ഇത് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. ഇത് അമൃതം പൊടിയാണെന്ന് അവർക്ക് കഴിക്കുമ്പോൾ തോന്നുകയില്ല. വലിയവർക്കായിരുന്നാലും ചെറിയവർക്കായിരുന്നാലും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഒരുപാട് അമൃതം പൊടി റെസിപ്പീസ് മുൻപ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. താങ്ക് യു.